ഈ ശ്രീമംഗലത്തിലേക്കുള്ള വഴിയേതാ? ഈ വളവ് തിരിഞ്ഞ് നെൽപ്പാടത്തിലൂടെ നെടുങ്ങനെ ചേർന്ന ഒരു മണ്ണിട്ട വഴി കാണാം. അതിലൂടെ കുറച്ചങ്ങോട്ട് ചെന്ന ശ്രീമംഗലായി. ശരി, വണ്ടിവിടെ. ആർക്കറിയാം, ശ്രീമംഗലത്ത് സരസ്വതി അമ്മ പണ്ട് വലിയ ആട്ടക്കാരിയായിരുന്നല്ലോ. അന്നത്തെ അവരുടെ വല്ല പരിചയക്കാരൊക്കെ ആയിരിക്കും. ഈ വയസ്സാം കാലത്ത് അവർക്ക് പഴയ പോലെ ആടാനും പാടാനൊക്കെ പറ്റുമോ? അവരുടെ മകളില്ലേ ദേവു, ഒന്നാം തരം ആട്ടക്കാരിയാണെന്നാ കേൾവി. സരസ്വതി അമ്മയുടെ ആയ കാലത്ത് എന്തു പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന തറവാടായിരുന്നു ഇത്. ഇപ്പൊ എല്ലാം അങ്ങോട്ട് ക്ഷയിച്ചു തോന്നണം. നേരാ, നന്നായിട്ട് ഓർക്കണു. പണ്ട് കോലോത്തമ്പലത്തിലെ ഉത്സവത്തിന് സരസ്വതി അമ്മയെ ക്ഷണിക്കാൻ വന്നപ്പോ ദേ അവിടെ ഒരു കൊമ്പനാന, നല്ല തലയെടുപ്പുള്ളത്. ചോദിച്ചപ്പോ പറയുവാ മേട്ടൂർ മരക്കിലെ തിരുമേനി സമ്മാനമായി തന്നതാണ്. അന്നൊക്കെ സരസ്വതി അമ്മ എന്ന് ഇളകി ആടിയാ ഏത് വിശ്വാമിത്രനും ഇളകി പോവും. പിന്നാണോ മേട്ടൂർ മരക്കിലെ തിരുമേനി? ഞങ്ങൾ ഇച്ചി തെക്കുന്ന് വരുവാ, അമ്മയൊന്ന് കാണാനാ. ഇരിക്കൂ, അമ്മയെ വിളിക്കാം. അത് സരസ്വതി അമ്മയുടെ ഭർത്താവാ. ആളൊരു കോന്തനാർന്നു, ഒന്നിനും കൊള്ളില്ലാത്തൊരു മോശം കൊണ്ടാൻ. പിന്നെ ഇങ്ങനെയാ ഇവരിത്ര അപവാദങ്ങൾ കേൾക്കാതിരിക്കുക? വ്യക്തി ജീവിതത്തിൽ അവരൊരു പരാജയമായിരുന്നെങ്കിലും നൃത്തകലയിൽ ബഹുകേമിയായിരുന്നു. സരസ്വതി അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ ആവോ? അത്രയ്ക്ക് ഇങ്ങടെ ഓർമ്മയില്ല. എവിടുന്നാ, എന്തേ വിശേഷിച്ച്? ഞങ്ങള് കൃഷ്ണപുരത്തുനിന്ന് വരുവാ. അമ്പലത്തിലെ കൂത്തമ്പലം ഒന്ന് പുതുക്കി പണിതേ. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പേര് കേട്ട ഒരാളുടെ നൃത്തം വേണമെന്നാ പൊതുവെ എല്ലാവരുടെ അഭിപ്രായം. അതിന് ഇപ്പൊ ഇങ്ങോട്ട് പഴയ ആളുകൾക്കൊക്കെ താല്പര്യം ഇവിടുന്ന് തന്നെ ആവണമെന്നാ. ഞാനിപ്പോ നൃത്തം ചെയ്യാനൊന്നും പോവാറില്ല, എല്ലാം നിർത്തി. അറിയാം, മോള് നല്ല നൃത്തക്കാരിയാണെന്നാണല്ലോ കേൾവി. അവളും ഇപ്പൊ എല്ലാം നിർത്തി. അല്ല, എന്താ ഇപ്പോ ഇങ്ങനൊരു തീരുമാനം? അത് അമ്മേ, ഇല്ല, ഒന്നുമില്ല. വിരോധമൊന്നും തോന്നരുത്, വരാൻ പറ്റില്ല കേട്ടോ. കൃഷ്ണപുരത്തുനിന്ന് ഇത്രയിടം കാർ ഓടിയത് മിച്ചം. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു. അടിച്ചു. വയ്ക്ക, കള്ളത്തരം കാണിച്ച ഞാൻ അറിയില്ലെന്ന് കരുതിയോടാ നായെ. നീ വയ്ക്ക് കാശ് അവിടെ. ഇതിന്റെ തറവാട്ട് കാശാ, നിനക്കിത്തിരി തരാനേ. കുറച്ച് പൊളിക്കും. തറവാട്? നീ നിന്റെ തറവാട് ഉണ്ടായ കഥ ഈ നാട്ടുകാർക്ക് അറിയാം. എന്തോന്ന് അറിയാനാടാ പുല്ലേ? തറവാടിനെ തൊട്ട് കളിച്ച വിവരം അറിയും അല്ലേ ഭദ്ര? മൂത്ത് മുറിച്ചിട നിപ്പുണ്ടല്ലോ വീട്ടില്. പറയാനൊരു തന്തയില്ലാത്തവന്റെ തറവാടിത്തം. തീർന്നു നീ കരുതണ്ടോ പട്ടി? പോട്ടെ ഭദ്ര, അവന് വിവരമില്ലാത്തോണ്ടല്ലേ. നീ വരാനേ. എന്താ എന്താ അവിടെ ബഹളം? അറിയില്ലേ, അതാ ശ്രീമംഗലത്തെ ഭദ്രനാ. മൂക്കുമുട്ട കള്ളു കുടിക്കും, എന്നിട്ട് ആരോടെങ്കിലും മെക്കെട്ട് കയറും. പിഴച്ച സന്തതി. ഒരമ്മയെക്കുറിച്ചും ഒരു മകൻ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട് വളർന്നവനാ ഞാൻ. ഒരു പെങ്ങളെ കുറിച്ച് ഒരാങ്ങളെ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട് ജീവിക്കണവനാ ഞാൻ. എനിക്ക് തലപൊക്കി നടക്കണമെങ്കിൽ കള്ള് വേണം. കള്ള് മതി നിങ്ങൾ പൊയ്ക്കോ. അവിടെ ഞങ്ങള് പോവാ. വാടാ
നേരെ ഇത്രയായിട്ടും ഭദ്രനെ ഇതുവരെ കണ്ടില്ലല്ലോ ദേവു. ഇന്നും എവിടെയെങ്കിലും കുടിച്ചു വീണിട്ടുണ്ടാവും. ഭദ്ര ഭദ്ര എണീറ്റ് വീട്ടിൽ പോ. എനിക്ക് ഷാപ്പടയ്ക്കണം. പറ്റില്ല, എനിക്ക് ഇത്തിരി കൂടി കള്ള് വേണം. ഇപ്പൊ തന്നെ കൂടുതലാ. എനിക്ക് വിട്, എനിക്കറിയാൻ പോകാൻ. ഒരു പട്ടിയുടെ സഹായം വേണ്ട. സഹായിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നൂല്ലോ. പോണ വഴി ചാവണോന്നാവും അല്ലേ? നീ ഇന്നും കുടിച്ചിട്ട് വഴക്കുണ്ടാക്കിയെന്ന് കേട്ടു. എന്താ ഭദ്ര ഇങ്ങനെ തുടങ്ങണത്? വേണ്ട, ഉപദേശമൊന്നും വേണ്ട. ജനിച്ചപ്പോ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ പലതും. വാ വാ, നൂല് കഴിക്കേ. മനസ്സിൽ കിടന്ന് പലതും തികട്ടി മറിയുക. അതിന്റെ കൂടെ ശ്രീമംഗലത്തെ ഒരു ഊണ് വേണ്ട. ഒക്കെ കർമ്മദോഷം അനുഭവിക്കുക. അല്ല, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ മുഴുവനും കലാപ്രതിഭകൾ തന്നെയാണ് തിരുമേനി. ഓ, അപ്പോ പണിക്കരുടെ മോക്ക് സമ്മാനം ഇത്തവണ ഉറപ്പാ? ഉറപ്പ് തന്നെ. എന്താ ഇത്ര സംശയം? ഞാനല്ലേ മാഷ്. പളാങ്കുത്തൊക്കെ തിമിത്ത. അല്ല മാഷേ, അമ്പല കമ്മിറ്റിയിലേക്ക് ഇത്തവണ പണിക്കര് മത്സരിക്കുന്നില്ല എന്ന് കേട്ടു. പേരാണെന്നുണ്ടോ? അയ്യോ, അങ്ങനെ പലതും പറയും തിരുമേനി. സമയമാകുമ്പോ പ്രസിഡന്റ് പണിക്കരേട്ടൻ തന്നെ, ഒരു സംശയമില്ല. ആട്ടെ, ഈ കിണ്ടിയും കൊണ്ട് ഇല്ലത്തേക്കാവും. അതെ. ഞാനും ആ വഴിക്കാദ്യ. നടന്നോളൂ. നടന്നോളൂ. തെയ്യും തപ്പ് തെയ്യും താഹ തെയ്യും തപ്പ് തെയ്യും താഹ തെയ്യും തപ്പ് തെയ്യും താഹ തെയ്യും തപ്പ് തെയ്യും താഹ തെയ്യും തപ്പ തെയ്യും താഹ തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി. ഓ, അങ്ങനെയല്ല, നല്ല വിരിച്ചു പിടിക്കൂ. അങ്ങനെയാണോ മാഷേ? അത്രയും വിരിക്കണ്ട, ഇത്രയും വിരിച്ചാ മതി. തെയ്ഹ തെയ്ഹി, മനസ്സിലായല്ലോ? തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി തിത്തിത്തൈ 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 തിത്തിത്തൈ. ഇത്രയും മതി മാഷേ, ഞാൻ ആകെ ടയർഡായി. ക്ഷീണിച്ചോ മോളെ? കുട്ടിയോട് എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കണു പറയാതെ കളി നിർത്തരുതെന്ന്. അതും കളരിമന്ത്രം പോലും ചെയ്യാതെ. ഇതൊന്നും ഒരു നല്ല നൃത്തക്കാരിക്ക് ചേർന്ന ശീലമല്ല കേട്ടോ. അതിലൊന്നും വലിയ കാര്യമില്ലടോ കൈമളെ. പേര് കേട്ട നൃത്തക്കാരികളല്ലായിരുന്നോ ശ്രീമംഗലത്തെ സരസ്വതി അമ്മയും മോളും? എന്നിട്ടിപ്പ എന്തായി? പുറത്തിറങ്ങിയ ജനങ്ങളെ ആട്ടും. ഇത്തവണയും മത്സരത്തിന് പ്രൈസ് നിലനിർത്തണം, അത്ര തന്നെ. അതിനുള്ള ചെറിയ വേഷം കെട്ടൊക്കെ മതി, അല്ലേ മോളെ? പ്രൈസ് മാത്രം പോരാ, ഈ വർഷത്തെ കലാപ്രതിഭ പട്ടം എനിക്ക് തന്നെ ആവണം. കലാപ്രതിഭ കുമാരി അഞ്ജലി പണിക്കറെന്ന് ഫോട്ടോ സഹിതം പത്രത്തിലൊക്കെ വരണം. പിന്നെ അത് വേണം. അത് പിന്നെ ഉറപ്പല്ലേ. അപ്പോ എന്നാ ഞാനങ്ങോട്ട്. അപ്പൊ ഇനി എന്നാണോ? അല്ല, അത് കുട്ടിയുടെ സൗകര്യം എപ്പോഴാണെന്ന് വെച്ചാ അപ്പോഴായിക്കോട്ടെ. അടുത്ത സൺഡേ മോർണിംഗിലായിക്കോട്ടെ. മറ്റു ദിവസങ്ങളിൽ എനിക്ക് ചില പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ ആയിക്കോട്ടെ. സൺഡേ മോർണിംഗ് ചാ, ഞായറാഴ്ച രാവിലെ അർത്ഥം. മനസ്സിലായോ? വേണ്ടിയില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇത്രയും നേരമായിട്ട് പണിയൊന്നും കഴിഞ്ഞില്ലേ? പോയി പശുവിനെ അഴിച്ചേട്ടെ. ചെല്ലേ. രാമു, ഇതൊരു നന്നായി നനച്ചിരണം.
തുടങ്ങിയിട്ട് വേഗം കഴുകിയെടുക്ക മനുഷ്യ. പഞ്ചാര ഉം. ആർക്കടുത്ത് ധൈര്യം പഞ്ചാര മീനാക്ഷിനെ വിളിക്കാൻ? ഞാൻ ചായയിലെ പഞ്ചാരയുടെ കാര്യമാണ് പറഞ്ഞത്. എത്രയായി? 10-30. ഒന്ന് കുറിച്ചേരെ. പിന്നെ മൂക്ക് മുട്ട പിന്നെ 10 പറഞ്ഞാ പോരാ. നീയൊക്കെ തരാനുള്ള കാശ് എങ്ങനെ മേടിക്കണമെന്ന് മീനാക്ഷിക്ക് അറിയാം. ഇങ്ങോട്ട് പോകണം. എന്റെ മീനാക്ഷി, പറ്റുപിടിക്കാൻ ഒത്തിരി മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ നിനക്ക്? ഇവിടുത്തെ കാര്യം നോക്കാനേ ഈ മീനാക്ഷിക്ക് അറിയാം. അപ്പുറത്തെങ്ങാനും പോയി അരിയിരിക്കാൻ നോക്ക് മനുഷ്യ. ഒരു മധ്യസ്ഥം വന്നിരിക്കുന്നു. അല്ല ഇതാരും മാഷ. തലാങ്കത്തകതിമിയായി ഒരു ചായന് പോട്ടെ. ചേച്ചി, മീനാക്ഷി ചേച്ചി, ഈ ചമ്മന്തി പച്ചവെള്ളം പോലെ ഇരിക്കുന്നല്ലോ. 5ഉം 6ഉം കൊടുത്ത് തേങ്ങ മേടിച്ച് കുറുകുറെ ചമ്മന്തി ഉണ്ടാക്കാനേ എനിക്കിത്തിരി പുളിക്കും. മോശത്തിനൊന്നല്ല മീനാക്ഷിയുടെ കട നടത്തുന്നത്. അതെ, ഇപ്പൊ തന്നെ കൊഴുപ്പ് ഇത്തിരി കൂടുതലാ അല്ല മീനാക്ഷി? പണിക്കരട്ടിന്റെ വീട്ടിലെ തേങ്ങയിടയിൽ കഴിഞ്ഞ കഴിയുമ്പോളെ ഒരു 2-3 എടുക്കാൻ കഴിഞ്ഞോന്നോ? മീനാക്ഷിയുടെ വരവും കാത്ത് തേങ്ങ അവിടെ കുണ്ടുകൂട്ടി ഇട്ടിരിക്കല്ലേ? എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം. ആ തോർത്തുണ്ടെന്നെ എടുത്തേ. തേങ്ങ കിട്ടും. കഴിയുമ്പോഴേക്ക് നല്ലൊരു ചായ കൊടുക്ക്. തലാങ്കത്തൊക്കെ തിന്നിട്ടാ. എല്ലാം കൂടി എത്ര ഉണ്ടോ സ്വാമി? എല്ലാം കൂടി 1250. മീനാക്ഷി എന്താ ഫ്രീ വഴിയൊന്നും കാണാനില്ലല്ലോ. തേങ്ങിട്ടെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം കുറച്ച് കുറവാ. ഉണ്ടെങ്കിൽ ഒരു 2-3 തരുമോ? കാശ് ഞാൻ പിന്നെ തരാം. തരാലോ, 2-3 വേണ്ട, എത്രയച്ചാ തരാം. ഒരു പാലിട്ടാൽ അങ്ങട്ടും ഇങ്ങട്ടും വേണല്ലോ ഒരു ഇത്. അത് മീനാക്ഷിക്ക് അറിയാലോ. പിന്നെ എനിക്കറിയില്ലേ, എന്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം വേറെ ആരെങ്കിലും തരോ? അല്ല, തേങ്ങ നീ ചോദിച്ചാ എങ്ങനെ തരാതിരിക്കുക? തട്ടുംപുറത്ത് കിടപ്പുണ്ട് നല്ല ഉണക്ക തേങ്ങ. മീനാക്ഷിനെ കയറിയെടുത്തോ. അക്ക, അല്ല ദാനു എവിടെയായിരുന്നു 2 ദിവസമായിട്ട്? ഒന്നും പറയണ്ട എന്റെ അക്ക. ഒരു 100 കൂട്ടം പണിയുണ്ട് അവിടെ. എല്ലാത്തിനും ഞാൻ തന്നെ ഉള്ളൂ. മുതലാളിയുടെ വക ഒന്ന്, അഞ്ജലിയുടെ വക വേറെ. അഞ്ജലിക്ക് എങ്ങനെയാ നന്നായി നൃത്തം ചെയ്യോ? ഏയ്, അഞ്ജലിക്ക് ഒന്നും അറിഞ്ഞൂടന്നേ. അവള് കാണിക്കുന്ന കണ്ടാലേ ഗോഷ്ടിയാണെന്നേ തോന്നുള്ളൂ. അക്കന്റെ നൃത്തം കാണാൻ നല്ല ശേലാന്ന് കേട്ടിട്ടുണ്ട്. ഇനി എന്നാ അക്ക നൃത്തം ചെയ്യണേ? ഇതാ ഞാൻ അക്കയോട് ഒന്നും ചോദിക്കാത്തത്. ഏയ് ഒന്നുമില്ല. തുടങ്ങി. അക്ക ഞാൻ പോട്ടെ. പോസ്റ്റ്. പ്രിയപ്പെട്ട അച്ഛമ്മയും ദേവച്ചിട്ടയും ഇളയച്ചനെ അറിയുന്നതിന് ഞാൻ വരികയാണ് അച്ഛന്റെ ശ്രീമംഗലത്തേക്ക്. അച്ഛമ്മയും ദേവച്ചിട്ടയും ഇളയച്ചനും ഒക്കെയുള്ള എന്റെ ശ്രീമംഗലത്തേക്ക്. ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ പഠിച്ച് എല്ലാവരും അറിയുന്ന ഒരു നർത്തകിയാണ് എന്ന് സ്വന്തം പാറു. ആരുടെയോ മോളെ കത്ത്? അമേരിക്കയിൽ പാറുക്കുട്ടി വരുന്നത്രേ. ഓ
എന്റെ കണ്ണ് കെട്ടിക്കും. ഓ ഞാൻ പിടിച്ചേരാ. ആ മുറുക്കി കെട്ടിക്കോ. ആ ശരി ശരി, നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ. ഇതാ ഞാൻ പിടിക്കാൻ പോവാണ്. എല്ലാവരും നോക്കിക്കോ. എല്ലാവരും നോക്കിക്കോ. കളിക്കാൻ നോക്കണ്ട, ഞാനിപ്പോ പിടിക്കൂ. എവിടെ എവിടെ എവിടെ? നോക്കിയോ എവിടെ? ഞാനിപ്പോ പിടിക്കാം. ഇതാ നോക്കിയോ എവിടെ? അവിടെ അവിടെ. കിട്ടിപ്പോയി കിട്ടിപ്പോയി. കുട്ടികളുടെ കൂടെ കളിച്ചിറക്കാൻ നാണല്ലേടാ നിനക്ക്? അതിന് കൂട്ടി നിൽക്കാൻ നീയും. കണ്ണു കെട്ടി കളിച്ചതിന് നിനക്ക് കിട്ടിയത് മുതലാളിയുടെ വഴക്കാ. കളി കണ്ടോണ്ടിരുന്ന എനിക്ക് കിട്ടുന്നത് മീനാക്ഷിയുടെ തല്ല. ദാമോദരേട്ടൻ കളി കണ്ടിരുന്ന കാര്യം മുതലാളി മീനാക്ഷി ചേച്ചിയോട് പറയോ? പറയുന്ന ഉറപ്പാ. അപ്പൊ തല്ല ഉറപ്പാ. ഒന്ന് പോകാമോ, വെറുതെ പേടിപ്പിക്കാതെ. വഴിയുണ്ട് വഴിയുണ്ട്. ആരാ ഇട്ടുപോയി പാത്തി? നല്ല കിടില സാധനം. ആണുങ്ങളെ കാണാത്ത എന്നാ തോന്നണേ. പതുക്കെ ഒഴിച്ചാൽ മതിയായിരുന്നു വെള്ളം. പെട്ടെന്ന് വേണ്ടായിരുന്നു. പോവാ. നീ വരണേ. ശ്രീമംഗലത്തെ തറവാട് മോളുടെ അച്ഛന്റെ തറവാട്. എന്നോ അച്ഛൻ ഉപേക്ഷിച്ചു പോന്ന ആ തറവാട്. എന്റെ കുട്ടി അവിടെ പോകണം. അച്ഛനു വേണ്ടി അവരോട് മാപ്പ് പറയണം. അച്ഛമ്മയെയും ചിറ്റയെയും ഇളയച്ചനെയും കണ്ട് അച്ഛൻ അവരെ ഓർത്ത് വിഷമിച്ചിരുന്നു എന്നും പറയണം. ഇത് അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണ്. അച്ഛനു വേണ്ടി എന്റെ മോളത് ചെയ്യണം. അച്ഛമ്മേ അച്ഛമ്മേ എന്തെങ്കിലും വീഴ്ച നോക്കണേ. പാർക്കുട്ടിയാ ഞാൻ. അമേരിക്കയിൽ വന്ന അച്ഛമ്മയുടെ പാർക്കുട്ടി. അമേരിക്കയിൽ നിന്ന് ഇത്ര ഇടം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യ, അതും മുകളിലൂടെ. ശിവ ശിവ, ഓർത്തിട്ട് എന്നെ പേടിയാവണു. എന്ത് പേടിക്കാൻ? ഇളച്ചനെവിടെ? സത്യത്തില് നീ വരണമെന്ന് പോലും അവനറിയില്ല. നിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് കണ്ട അവന് മനസ്സിലാവില്ല. അത്രയ്ക്ക് വന്നില്ലേ നീ? ആ മോളെ. പോവരുത്. ഞാനിവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. എന്റെ സഹദേവന്റെ മനസ്സിൽ ഇത്രയും വിഷമമുണ്ടെന്ന് ഈ അച്ഛമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. എന്റെ സഹദേവനെ ഒരിക്കൽ കൂടെ കാണണമെന്ന്. എനിക്ക് നിന്നെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. അച്ഛനെ വിഷമിക്കണ്ട. അച്ഛനക്ക് ഞാനില്ലേ? അച്ഛൻ പാവമായിരുന്നു. മരിക്കുന്നത് വരെ ഇവിടുത്തെ കാര്യം വരെ സങ്കടപ്പെടുമായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്റെ മോള് ശ്രീമംഗലത്തേക്ക് പോണെന്ന് അച്ഛനൊന്നും പറയായിരുന്നു. കുട്ടി
നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ നരകത്തെ നിന്നെ കരകേറ്റീരേണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ. എന്തിനാ ചുറ്റ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നത്? തുളസി പരിശുദ്ധിയുടെ പ്രതീകമാണ്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് എന്നും തുളസിത്തറ വിളക്ക് വെക്കുന്നത്. ഇത് പരമ്പരാഗതമായുള്ളൊരു വിശ്വാസമാണ്. ഇതാണ് ഇവിടുത്തെ സർപ്പക്കാവ്. ആയില്യം നാളില് ഇവിടെ ഉണ്ടായിരുന്നു സർപ്പം പാട്ടും സർപ്പത്തിന് 100 പാലും കൊടുക്കലൊക്കെ. ഇപ്പൊ എല്ലാം മുടങ്ങി. ഇളയച്ചനെ ഇതുവരെ കണ്ടില്ലല്ലോ ചിറ്റെ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അതാ പ്രകൃതം. ഇവിടുത്തെ കാര്യത്തിനിപ്പോ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടായിരിക്കണോ? നാരായണ നാരായണ. അറിഞ്ഞോ ഭദ്ര? ഭദ്ര, പാറുക്കുട്ടി വന്നിട്ടുണ്ട്. എന്താ നീ മേടിച്ചു നിക്കണേ? അമേരിക്കയിൽ നിന്ന് പാറൂട്ടി വന്നൂന്ന്. പാറുട്ടി, ആണെങ്ങനെ കാണാത്തില്ല. കൂട്ടുകാരോടെ ഇത്ര നേരം എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. നിന്നെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു നീ? ഇന്നലെ പിടിപ്പത് പണിയായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വരായിരുന്നേ. നീ രാവിലെ എന്തെങ്കിലും കഴിച്ചോ ദാമു? അടുക്കളയിൽ ഇഡ്ഡലിയും കാപ്പി ഇരിപ്പുണ്ട്. ഭദ്രന്റെ പങ്ക. അവൻ കഴിച്ചില്ല. നീ വേണമെന്ന് വെച്ചാ കഴിച്ചോ. അവനിപ്പോ വരില്ല, നീ ധൈര്യപ്പെക്കോ. പാവൻ ചെക്കൻ. ആ പണിക്കരുടെ വീട്ടില് രാവും പകലും പോത്തിന്റെ മാതിരി പണിയെടുക്കും. ഭക്ഷണം ഒട്ട് കൊടുക്കുകയില്ല. കഷ്ടം തന്നെ. ഏതാ പെണ്ണ്? എന്നെ കണ്ണുരുട്ടി കാണിച്ചു. ഏതാ ഉണ്ടക്കണ്ണി? അതാണ് അമേരിക്കയിൽ നിന്ന് വന്ന പാർവതി, എന്റെ സഹദേവന്റെ മോള്. അയ്യേ മദാമയാ? ഞാൻ എല്ലാവരോടും പറയട്ടെ, അമേരിക്കയിൽ പാർവതി മദാമ വന്ന്. എന്താ മോളെ? ഏതാ കക്ഷി? കൊള്ളാലോ. അതാ പണിക്കരുടെ വീട്ടിലെ വേലക്കാരനാ, ദാമു. പാവാ. എന്നെ കണ്ടിട്ട് ആള് ശരിക്കും വരണ്ടെന്ന് തോന്നണേ. അമേരിക്കയിൽ പാർവതി മദാമ വന്നു. അറിഞ്ഞോ? അമേരിക്കയിൽ പാർവതി മദാമ വന്നിട്ടുണ്ട്. എല്ലാവരോടും പറയണേ, പാർവതി മദാമ വന്നേ.
നാട്ടുകാർ മുഴുവൻ അതെ പാർവതി മാതാവ് വന്നു അമേരിക്കന്ന്. അമ്മേ ഞാനൊരു കൂട്ടം പറയട്ടെ. ദേവോക്കന്റെ വീട്ടില് ഒരു സുന്ദരി പെണ്ണു വന്നു, ഒരു മദാമ്മ. ആള് ഭയങ്കര കുറുമ്പിയാ. അമ്മ എന്തോ ഒന്നും മിണ്ടാത്തെ? പിണക്കവാ? അമ്മ പിണങ്ങിയ ഞാനും പിണങ്ങുവേ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ പോലെ കേട്ടോ പണിക്കരേട്ടാ, ഈനാമ്പഴത്തേക്ക് കൂട്ടി മരപ്പട്ടി. അതെന്താ മീനാക്ഷി നീ അങ്ങനെ പറഞ്ഞു? ആ ശ്രീമംഗലത്തൊരു ചൊവ്വാദോഷക്കാരി ഉണ്ടല്ലോ, ആട്ടക്കാരി ദേവൂട്ടി. ഇപ്പൊ ഒരുത്തി കൂടി അമേരിക്കന്ന് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആ ഇനി എന്തെല്ലാം കാണാവോ. അത് പിന്നെ പാരമ്പര്യ ഗുണം കിട്ടാതിരിക്കുമോ? സരസ്വതി അമ്മ പണ്ട് ആട്ടക്കാരിയായി നടന്ന വകയിലുണ്ടായതാ 3 മക്കള്. അവരുടെ കൊച്ചുമകൾ ഒട്ടും മോശമാവില്ലല്ലോ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നുള്ള വരവും. ആ അമ്മയും മോള് ഇങ്ങനെ ആയതുകൊണ്ടാ അതിന് ഇത്രയും താന്തോന്നിയായത്. എന്തൊക്കെയാ ദേവൂട്ടി, അവളൊരു അപ്സരസ് തന്നെയാ. ഓ പിന്നെ ഒരു അപ്സരസ്. കുറെ കാലം പുറകെ നടന്നതല്ലേ, എന്നിട്ട് എന്തായി? വാശി പിടിപ്പിക്കല്ലേ മീനാക്ഷി. വാണിക്കര ഒന്ന് തീരുമാനിച്ച തന്നെയാ. പ്രസംഗിച്ചോ? ആ അഭിസാരികളെ ആദ്യം തന്നെ അവിടെ അടിച്ചിറക്കിയാലേ ഈ നാട് നന്നാവൂ. അല്ല, അതിന് ചേർന്ന ആണുങ്ങൾ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അതെ അതെ. തീർത്ഥം കുറച്ചു നാളായല്ലോ ദേവുനെ അങ്ങോട്ട് കണ്ടിട്ട്. പണ്ടത്തെ ആ ചന്തത്തിന് മംഗലേറ്റിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ല, ഇത്ര നാളാച്ച അങ്ങനെ ഒറ്റാന്തടിയായിട്ട് നിക്കണേ? ഒരു കൂട്ടൊക്കെ വേണ്ടേ? ഇതാണോ? ഞാൻ കടയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ അമ്പലത്തിലേക്ക് പോരണേ, പിന്നെ ഒരുമിച്ച് പോകാന്ന് കരുതി. അല്ല മദാമ എന്താ പ്രാർത്ഥിച്ചേ? ദാമനോട് എത്ര വട്ടം പറഞ്ഞതാ എന്നെ മദാമെന്ന് വിളിക്കരുന്ന്? എന്നാ പിന്നെ സായപ്പേന്ന് വിളിക്കാം. ഇതാമോ നാട് മുഴുവൻ മദാമെന്ന് പറഞ്ഞു വരുത്തി? അത് അവന്റെ പ്രകൃതല്ലേ. നീ ക്ഷമിക്കണ്ടേ പാറു, വാ പോകാം. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? നിനക്ക് ഇഷ്ടമായോ? ഫാന്റാസ്റ്റിക്. പിന്നെ ഫാന്റാസ്റ്റിക്. എനിക്കിവിടെ മടുത്തു. ഒരു വക ബോറിംഗ് സ്ഥലം. ഉള്ളിലൊരു ടൈം പാസ് ഇല്ല. അച്ഛനോട് പറഞ്ഞ് എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം. അത് തന്നെ തോന്നല. ഗ്രാമങ്ങളിൽ ജീവിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. ദാമു, എടാ ദാമു. വരുന്നു. ദാമു, ഈ ബോട്ടിൽ എടുത്തോണ്ട് പോ. അതല്ല ഇത്. ആരേ കക്ഷി? ഓ, അതിവിടുത്തെ സെർവന്റാ ദാമു. ആള് കൊള്ളാലോ. ഞാൻ വിചാരിച്ചു നിന്റെ വല്ല റിലേറ്റീവ് ആണെന്ന്. അത് പോട്ടെ അഞ്ജലി, നീ ആർട്സ് ക്ലബ് സെക്രട്ടറിയെ വിളിക്കാൻ നോക്കിയിട്ട് എന്തായി? ഓ, അവന്റെ വിചാരം അവനേതോ കാമദേവനാണെന്നാ. മോളെ അഞ്ജലി, ഇത്തിരി ചേഞ്ചസ് വരുത്തിയ അവനൊക്കെ സ്മാർട്ടായി ദാമു. ചിറ്റേ, ഈ കുളത്തിൽ എങ്ങനെയാ? ഒത്തിരി ആളുണ്ടോ? ഏയ്, അത്രക്കൊന്നുമില്ല. പണ്ട് നല്ല ആളുണ്ടായിരുന്നു. അന്നൊക്കെ ഇതില് മുതലകളുണ്ടായിരുന്നാ പറഞ്ഞു കേട്ടിരിക്കണേ. ചിറ്റ കണ്ടിട്ടുണ്ടോ? ഏയ്, അച്ഛമ്മയുടെ ഒക്കെ ചെറുപ്പകാലത്താ. കുട്ടിക്കെന്താ പേടിയാ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. എന്താ ദാമു നീ കാണിക്കണേ? പെണ്ണുങ്ങൾ കുളിക്കണ കടവിൽ ദാമുൻ എന്താ കാര്യം? കുളിക്കാൻ. ഇനി ശരിക്കുള്ള മുതല വരെ പാറക്കൂടി സൂക്ഷിച്ചോ. ദാമു, പശുവിനെ കുളിപ്പിക്കാൻ ഞാനും കൂടാ. അയ്യേ, അഞ്ജലിയുടെ ദേഹത്തൊക്കെ അഴുക്ക് പറ്റില്ലേ? അതൊന്നും സാരമില്ല. ഇതൊക്കെ ഒരു രസമല്ലേ?
നേരെ നിൽക്ക്. പശു കുളിച്ചത് മതി. നടക്കങ്ങോട്ട്. വണ്ടി നിർത്ത് നിർത്ത് നിർത്ത്. പോട്ടെ, റൈറ്റ്. വണ്ടി വിട്ടോ. എന്താ ദാമു? പാറക്കുട്ടി എന്താ ഇവിടെ? ഞാൻ സ്ഥലം കാണാൻ. ദാമു എവിടെ പോയി? പീടികയില് സാധനങ്ങൾ മേടിക്കാൻ. ഇപ്പൊ ഡാമിൽ കാണാൻ നല്ല ശീലുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. റെഡി? ഒന്ന് തിരിച്ച്. ആ, അങ്ങനെ. നീ ഇവിടെ എന്തെടുക്ക? ആരേത്? ശ്രീമംഗലത്തെ മദാമക്കുട്ടിയാ. വേഗം വീട്ടിലേക്കല്ലേ. ഹലോ, ഐ എം അഞ്ജലി പണിക്കാം. യുവർ ഗുഡ് നെയിം പ്ലീസ്? എന്റെ പേര് പാർവതി. വന്നൂന്ന് അറിഞ്ഞു. അമേരിക്കയിൽ വന്നയാൾ ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ കരുതിയില്ല. വിരോധം ഇല്ലെങ്കിൽ ഇടയ്ക്ക് വീട്ടിലേക്ക് വരൂ. വരാം. ഇപ്പോ പണിക്കരേട്ടൻ എന്നോട് പഴയ പോലത്തെ സ്നേഹമൊന്നുമില്ല. അതെന്താ മീനാക്ഷി നീ അങ്ങനെ പറഞ്ഞത്? നിന്നെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്കറിയാം, പണിക്കരേട്ടൻ മനസ്സിപ്പോഴാ ശ്രീമംഗലത്താ. ശരിയാ ദേവു, അവൾ എന്റെ ഒരു ദൗർബല്യമാണ്. ആ ആഗ്രഹം എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ, നേരെ ഒരുപാടായില്ലേ. ദാമോദരൻ ഇനിയിപ്പോഴും വരില്ല. അപ്പൊ പിന്നെ നമുക്കങ്ങോട്ട്. അയ്യോ, അത് മാത്രം പാടില്ല. അങ്ങനെ എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ല. ചൂടില്ല. പോയതാ അരി പഠിപ്പിക്കാൻ. എന്നിട്ട് കയറി ഇരുന്ന് നേരം കണ്ടില്ലേ? പാതിരാത്രിക്ക് ബാക്കിയുള്ളവർ ഒറ്റയ്ക്കെന്ന വിചാരണയില്ല. അല്ലേടോ? പിന്നെ തലാൻകുട്ട. ഓ, ചായ എത്തി. എന്താ പാർവതി ബോറടിപ്പിച്ചോ? ഇല്ല. കേട്ടോ മാഷേ, പാർവതി അമേരിക്കയില് കുറച്ചുനാൾ ഭരതനാട്യം പഠിച്ചതാ. ഓ, എവിടെ വരെ പഠിച്ചു? പദവർണ്ണം വരെയായി. ഇനിയും കൂടുതൽ പഠിക്കണമെന്ന് മനസ്സില്. പാറുക്കുട്ടി ദേവന്റെ തനി പകർപ്പാ അല്ലേ നമ്മളെ? അത് തന്നെ. ആട്ടെ, ഇനി എന്താ പരിപാടി? ഇനി ഭരതനാട്യത്തിൽ കൂടുതൽ ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹം. ഈ ഗവേഷണത്തിലൊന്നും ഒരു കാര്യമില്ല. ഉണ്ടോ? എന്റെ പൊന്നു മോള് ഗവേഷണം നടത്തിയിട്ടാണോ ഈ സമ്മാനങ്ങൾ മുഴുവൻ നേടിയത്? അവള് വേഷം കെട്ടി നിന്ന പത്മ സുബ്രഹ്മണ്യം വരെ മാറി നിൽക്കും. ഒന്നുമില്ല. എന്തൊരു പറ. അഹങ്കാരമേ. അമ്മേ, മുതലാളി എന്നെ തല്ലി. അതിനെനിക്ക് വിഷമമില്ല. ശ്രീമംഗലത്തെ പാറക്കുട്ടിയുടെ മുന്നിൽ വെച്ച എന്നെ തല്ലിയത് എന്റെ മനസ്സ് ഒത്തിരി വേദനിച്ചമ്മ. രാമുവിന്റെ അമ്മയൊരു നൃത്തക്കാരിയായിരുന്നു. നൃത്തം പഠിപ്പിച്ചു കിട്ടണ ചെറിയ വരുമാനം കൊണ്ടാ ആ വീട് കഴിഞ്ഞിരുന്നത്. അച്ഛനാണെങ്കിൽ ഭയങ്കര കുടിയനും. ആ പാവം സ്ത്രീയെ അയാൾക്ക് എന്നും സംശയമായിരുന്നു. അയാളുടെ ക്രൂരത കൊണ്ടാ ആ സ്ത്രീ മരിച്ചത്. രണ്ടാനമ്മയുടെ വരവോടെ ദാനിയൻ ആ വീട്ടിൽ സ്ഥാനം ഇല്ലാണ്ടായി.
അങ്ങനെ നാട് വിട്ടുവന്ന ദാമു പണിക്കൊരു വീട്ടിലെ ജോലിക്കാരനായി. പാവാണവൻ. എന്ത് വിഷമമുണ്ടായാലും അവൻ ആ ചെലങ്കേരി എടുത്തിയെന്ന് സങ്കടം പറയും. ചെലങ്കി അവന്റെ അമ്മയാണെന്നാ വിചാരം. അതാ മോളിന്ന് അവിടെ കണ്ടത്. പാർവതി, എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല. അത് കുട്ടി നുണ പറയാ. എന്തുണ്ട്? ഒന്നുമില്ലേ, ചിട്ടിക്ക് തോന്നിയതാവും. ഒന്ന് നിൽക്കടാ, ഒരു കാര്യം ചോദിക്കട്ടെ? വേണ്ട, നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. കൊള്ളാം. നീ എവര് പറയുന്ന കാര്യമാക്കണ്ട. 5 നിന്റെ അടുത്ത് എങ്ങനാ? അല്ല, പോടാ കൊരങ്ങ. ഞാൻ മുതലാളിയോട് പറയും. ഓ പിന്നെ, നീ ചെന്നങ്ങ് പറഞ്ഞ പണിക്കര് ഞങ്ങളെ ഉരുട്ടി വീഴുന്നു. ഒന്ന് പോടാ. അല്ലേ അവൻ പറയുന്ന കേട്ടാ. കണ്ടു, ഞാനെല്ലാം കണ്ടുട്ടോ. അതെ, ഇങ്ങനെ എത്ര കാലാച്ചിട്ടോ ദേവട്ടി. ഒന്നോർത്ത നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. നിനക്കാണെങ്കിൽ ഭർത്താവില്ല, എനിക്ക് ഭാര്യ. അപ്പൊ പിന്നെ നമുക്കങ്ങോട്ട് കുറെ കാലായി ഒരു മോഹമായി നീ എന്റെ മനസ്സിൽ കയറിയിട്ട്. എന്റെ മരണം വരെ തന്റെ ആഗ്രഹം നടക്കില്ലടോ. അമ്മയുടെ മോളുടെ അഴിഞ്ഞാട്ടത്തിന്റെ കഥയൊക്കെ എനിക്ക് അറിയാടി. എവിടെ നിന്ന് കയറിക്കോളും ഏതാണെന്നും കേട്ടവൻ. എന്താ ചിറ്റ ഈ പുറപ്പുറ ഇന്നും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ഈ പുറപ്പുറയോട് പടഞ്ഞു കിടക്കുന്നത് ചിറ്റയുടെ ജീവിതവും സ്വപ്നങ്ങളാണ് കുട്ടി. വന്ന വിവാഹാലോചനകളൊക്കെ മുടങ്ങി. അപ്പോഴാണ് ഇതാ ഞാൻ പറഞ്ഞ സ്കൂൾമാഷ്. എന്താ പേര്? സുധാകരൻ. വീടെവിടെയാ? വീടത്തിൽ തെക്ക ഏറ്റുമാനൂര്. ഓ, മാഷാപ്പറ്റി കേട്ടിട്ടുണ്ടാവും. പ്രസക്തമായ ഒരു കവിയാ. അത്ര വലിയ കവിയൊന്നുമല്ല. ആഴ്ചപ്പതിപ്പുള്ളിൽ വല്ലപ്പോഴൊക്കെ എഴുതും, അത്രയേ ഉള്ളൂ. മോളാ ദേവു. മോള് പോയി 10,000 താക്കോലും എടുത്തിട്ട് മാഷക്ക് ഇവിടുത്തെ സൗകര്യമൊക്കെ മതിയാവോ ആവോ? ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പൊ ഇതൊക്കെ ധാരാളം. ഇതാമ്മേ. തക്കത്തദ്ദിം തക്ക ധളം പുത്തക്ക തീങ്ങിണ്ണ തൊം തോം തത്തക്കിട്ടടി തത്തക്കിട്ട തൊം തത്തക്കിട്ട നം തത്തക്കിട്ട തക്കിട്ട ദിക്കിട്ട തൊം കിട്ട നം കിട്ട തദ്ദി ഗിണ്ണ തൊം തദ്ദി ഗിണ്ണ തൊം തോം തത്തക്കിട്ട ദീം തത്തക്കിട്ട തൊം തത്തക്കിട്ട നം തത്തക്കിട്ട തക്കിട്ട ദിക്കിട്ട തൊം കിട്ട നം കിട്ട തദിൻ ഗിണ്ണ തൊം തദിൻ ഗിണ്ണ തൊം താം കിടക ദർഗ ദീം കിടക ദർഗ തൊം കിടക നം കിടക ദർഗ തദിക്കിട്ട തൊം തക്ക തദിക്കിട്ട തൊം തക്ക ദിക്കു തദിക്കിട്ട തദിങ്ങിണ്ണ തൊം തക്ക തദിക്കിട്ട തൊം തക്ക ദിക്കു തദിക്കിട്ട തൊം കിടക ദർഗ തൊം തക്ക കിടക ദർഗ തൊം തക്ക ദിക്കു കിടക ദർഗ തൊം ത. ഇന്നെന്താ പതിവില്ലാത്ത ക്ഷേത്ര ദർശനം? ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട്. ക്ഷമിക്കണം, എനിക്ക് ഈ ആചാരങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. അപ്പോ ദൈവങ്ങളിലും? വിശ്വാസമുണ്ട്. സ്വന്തം മനസാക്ഷിയിൽ കവിഞ്ഞൊരു ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലത്തെ നൃത്തം ഞാൻ ശ്രദ്ധിച്ചു, നന്നായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചത് ഇഷ്ടായില്ലെന്നുണ്ടോ? അതല്ല, ആരും ഇതുവരെ ഇതുപോലെ പറഞ്ഞിട്ടില്ല. ഒരു ചൊവ്വാദോഷക്കാരുടെ നൃത്തം അവരുടെ ജീവിതം പോലെ തന്നെ ആർക്കും താല്പര്യമില്ല. ആര് പറഞ്ഞു? താല്പര്യമുള്ളവരുണ്ടെങ്കിലോ? അവസരത്തിനൊത്ത് ജ്യോതിഷന്മാർ നിൽക്കുന്ന കവടികളിൽ കുരുങ്ങേണ്ടതല്ല ദൈവത്തിന്റെ ജീവിതം.
ഈ ദുഃഖങ്ങളെല്ലാം നടനം കൊണ്ട് തോൽപ്പിക്കാനുള്ള കരുത്താണ് ഇപ്പോൾ ദൈവനാവശ്യം. നൃത്തം ചെയ്യണം, ഇനിയും നൃത്തം ചെയ്യണം, എനിക്ക് വേണ്ടി. അറിയാതെയൊരു നാൾ പടിപ്പുരവാതിലിൽ മുട്ടി വിളിച്ച പ്രലോഭനമേ, അറിയാതെയൊരു നാൾ പടിപ്പുരവാതിലിൽ മുട്ടി വിളിച്ച പ്രലോഭനമേ, നിറയും തമസിൻ നിലവറയ്ക്കുള്ളിൽ നിറദീപമായി തെളിയും നിയോഗമേ, അറിയാതെയൊരു നാൾ പടിപ്പുരവാതിലിൽ മുട്ടി വിളിച്ച പ്രലോഭനമേ. രാശിചക്രങ്ങളിൽ ഒതുങ്ങാത്തൊരീ രാഗാർദ്രമാമോഹങ്ങൾ, രാശിചക്രങ്ങളിൽ ഒതുങ്ങാത്തൊരീ രാഗാർദ്രമാമോഹങ്ങൾ, മൂടുപടം മാറ്റി മണിമേഘങ്ങൾ നിറമാല ചാത്തി, ചിരകാല കാമിതം സഫലമായി ഇവളും സുമംഗലിയായി, അറിയാതെയൊരു നാൾ പടിപ്പുരവാതിലിൽ മുട്ടി വിളിച്ച പ്രലോഭനമേ. ചേതോവികാരങ്ങൾ ഇളം കാറ്റിലിളകി ഓരോ നിമിഷവും തരളിതമായി, മധുവിധുവിൻ മധുരം തീരും മുമ്പേ കൽപ്പടവിൽ വീണുടങ്ങ മൺപാത്രമായി വെള്ളപ്പസ്വരമായി. സുധാകരേട്ടന്റെ മരണത്തോടെ എല്ലാം തകർന്നു. ചൊവ്വാദോഷത്തിന്റെ ഫലം. ഇല്ല കുട്ടി, ഇനി ജന്മത്തിൽ നൃത്തം ചെയ്യാൻ എനിക്കാവില്ല. ചൊവ്വാദോഷം. എങ്കിലെന്ത് ഈ ദോഷം അമേരിക്കയിലെ ആൾക്കാർക്കില്ല? ഒക്കെ ഒരുതരം അന്ധവിശ്വാസമാണ് എനിക്ക് തോന്നുന്നേ. ജ്യോതിഷ സത്യമാണ് കുട്ടി, നിന്നിക്കരുത്. ചിറ്റേ, ഈ ദുഃഖങ്ങളെല്ലാം മറക്കണം, വീണ്ടും ജലം കലട്ടണം. വേണ്ട കുട്ടി, സന്തോഷമുള്ള മനസ്സിലെ നൃത്തം ഉണ്ടാവും. ഒരു നൃത്തക്കാരിക്ക് വേണ്ട മനസ്സിപ്പോൾ എനിക്കില്ല. അതൊക്കെ വെറും തോന്നല. ചിറ്റ വീണ്ടും നൃത്തം ചെയ്യണം, പുതിയ ഒരാളായി. ഈ കാലിൽ ഞാൻ ജലം കെട്ടിക്കും.
തക്കിട തക്ക തദ്ദിത്ത ഹതരജ്ജോണം തക്ക തദ്ദിമി തക്കിട തക്ക തക്കിട്ട തക്ക ദിക്കിട്ട തക്കിട്ട തക്കടക്ക് തർഗടതും തക്ക തക്കിട്ട തക്ക തക്കിട്ട നിർത്ത്. ഇനി ഒരു പെണ്ണും ശ്രീമംഗലത്തിൽ നൃത്തം പഠിക്കണ്ട. എന്നാ ഭദ്ര ഇത്? ഇനി ഒരു ഭദ്രനോട് ഉണ്ടായിക്കൂടാ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല മോളെ. നിനക്കറിയോ, നൃത്തവും നൃത്തക്കാരികളും ശ്രീമംഗലം തറവാടിനെന്നും കണ്ണീര് മാത്രമേ തന്നിട്ടുള്ളൂ. ഇന്നത്തെ അച്ഛന്റെ ആഗ്രഹം ഞാനൊരു നൃത്തക്കാരിയാണെന്നായിരുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാത്തോന്ന് ഈ പേർക്കുട്ടിക്ക് വേണ്ട, എനിക്ക് നൃത്തം പഠിക്കണ്ട. എന്താ കുട്ടി പറയണേ? നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഇളയച്ച ഒന്നിനും തടസ്സം നിൽക്കുന്നില്ല. എന്താ അഞ്ജലി? ദാമു കയറി വാ. വരുന്നു. നീ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ പുതിയ ഡ്രസ് ഇട്ടോണ്ട് വന്നേ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അയ്യേ, ഇതൊന്നും എനിക്ക് വേണ്ട. ഇതൊക്കെ ഇട്ട ആളുകൾ എന്നെ കളിയാക്കും. കളിയാക്കണവര് കളിയാക്കട്ടെ. ഇനി ഇട്ടോണ്ട് വന്നേ. ഇത് കൊള്ളാലോ. നീ നിന്റെ ഹെയർ സ്റ്റൈൽ കൂടി മാറ്റിയ നീ ഒരു സുന്ദരപ്പത്തിനായി. വേണ്ട അഞ്ജലി, അഞ്ജലി വേണ്ട. രാമു, 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 രാമേ, വാ, പന്ത് കളിക്കാൻ പോവാ. എന്ത് പന്ത് കളിക്കാന്ന്? കളിക്ക്. കുട്ടിക്കളിയൊക്കെ മാറി. ഞാനിപ്പോ ആരാന്ന് എന്റെ വിചാരം? ആരാ? ദാമു. അല്ലാണ്ടാരാ? ദാമു അല്ലാണ്ടാരാ? പഴയ ദാമു അല്ല, പുതിയ ദാമു. ഇനി മുതൽ കളിച്ചു കിടക്കാൻ എന്നെ കിട്ടില്ല. കളിക്കാണെന്നും പറഞ്ഞ് ഈ പെരട്ട പന്തുമായിട്ട് എന്റെ അടുത്ത് അങ്ങനെ വന്നാൽ ദാമു, ദാമു ഏട്ടാന്ന് വിളിയടാ. വിളിയടാ ദാമു ചേട്ടാ. അപ്പൊക്കോ ഓടാ.
എന്താ ആകെ ഒരു മാറ്റം? അത് പിന്നെ ഒന്നുമില്ല. ഒരുപാട് മനോവിഷമം അനുഭവിക്കുന്നുണ്ടല്ലോ. ഭർത്തൃവിയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അല്ലേ? ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആയുസിന് പഞ്ഞല്ല. നരകിച്ച് ചാവാനൊരു ജന്മം. ദൈവദോഷം പറയാണ്ടിരിക്കുക. ഇനിയും ഒരു മംഗല്യയോഗം കാണുന്നുണ്ട്. ചൊവ്വാദോഷമുള്ളൊരു പെണ്ണിന് ചൊവ്വാദോഷമുള്ളൊരു ആണ് കിട്ടിയ ഗജകേസരി യോഗം എന്നാ. മകന്നാളില് ഭഗവതീ ക്ഷേത്രത്തില് വഴിപാടുകൾ നടത്തിക്കോളൂ, എല്ലാം നന്നായി വരും. രാമനെന്താ പതിവില്ലാത്തൊരു സന്തോഷം? ഒന്നുമില്ല. മദാന അമ്പലത്തിൽ പോയതാ. രാമനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മദാനെന്ന് വിളിക്കരുതെന്ന്. എന്നാ ശരി, പാറക്കുട്ടി അമ്പലത്തിൽ പോയതാ. പ്രസാദ പാറക്കുട്ടിയുടെ മുടിക്ക് കാച്ചമ്മയുടെ മണ. നിക്ക് കുറച്ച് പേടിയാണോ? ഇവിടെ അഞ്ജലി, എനിക്കിഷ്ടമല്ല. എന്നെ വിട്. എന്താ താമോ? അഞ്ജലി, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. എന്നെ വിട്. ഇനി ഒരു തെറ്റ് പാടില്ല. എനിക്കിഷ്ടമല്ല. എന്നെ വിട്. പകലത്തെ പ്രാക്ടീസ് രാത്രിയിൽ കൂടി ആക്കിയാൽ ഈ വർഷത്തെ കലാപ്രതിഭാ പട്ടം അഞ്ജലിക്ക് ഉറപ്പാ. എങ്ങനെയായാലും വേണ്ടില്ല, അവള് കലാപ്രതിഭയാവണം. ആക്കും. അത്രേ വേണ്ടി. അനാവശ്യം കാണിക്കുന്നു. ഉണ്ട ചോറ് നന്ദി കാണിക്കാത്ത പട്ടി നിന്റെ പെട്ടി. ഇനി ഇവിടെ ഞാൻ നിന്നെ കണ്ടുപോയി പോന്നോളെ ഞാൻ. എന്ത് പറ്റിയതാമോ? കരയാതെ കാര്യം പറയാമോ? മുതലാളി എന്നെ ഞാൻ പോവാ. നീ എങ്ങോട്ടാ പോണേ? എനിക്കറിയില്ല. നീ എങ്ങടും പോണ്ട, ഇവിടെ കൂടിക്കോളൂ. മോളെ, നീ ആ പുറപ്പുരം തുറന്നു കൊടുക്കൂ. തൽക്കാലം ഇവൻ അവിടെ താമസിക്കട്ടെ. അമ്മേ, സാരല്ല, ഒന്നും ആലോചിക്കണ്ട. ദാമു അല്ലേ? ആ, കാക്കുന മേപ്പടിമലുണ്ട്. പോന്നോളൂ.
ഒരുപാട് തല്ലിയല്ലേ? എന്തിനാ ദാമു തല്ലിയേ? ആ അഞ്ജലി കാരണോ എല്ലാം. എനിക്ക് ആരുമില്ല പാറു. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ചിറ്റയില്ലേ, അച്ഛമ്മയില്ലേ, പിന്നെ നിന്നോട് കൂട്ടുകൂടാൻ ഞാനില്ലേ? നീ വിഷമിക്കണ്ട. ആ അച്ഛമ്മ വിളിക്കുന്നു, വാ വന്നാലും കഴിക്കേ. ഇവിടെ കണ്ടി എവിടെയാണല്ലോ? അമ്മയും മകളും കൂടി ഇവൻ ഇവിടെ കയറി താമസിപ്പിക്കുന്ന നേരം നാട്ടിലൊക്കെ പാട്ടായിരിക്കണു. ഒന്നുകിൽ ഇവൻ അല്ലെങ്കിൽ ഞാൻ. ആരെങ്കിലും ഒരാൾ മതി ശ്രീമംഗലത്ത്. ഇനി എന്നൊന്ന് അറിയിക്കണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്ത് മോളെ, എന്ത് പറ്റി? എന്തിനാ ഇളയച്ച ദാമുനെ തല്ലിയത്? ദാമു എന്ത് തെറ്റാ ചെയ്തത്? എനിക്കറിയാം. എന്റെ ആഗ്രഹങ്ങൾക്ക് ഇവിടെന്ത് സ്ഥാനം? എന്റെ അച്ഛനോടുള്ള വിരോധം എന്നോട് തീർക്കുകയാണല്ലേ? ഇപ്പൊ തോന്നുന്നു വരണ്ടായിരുന്നു. എന്താ മോളെ പറയണത്? ഇളയച്ചൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇനി ആ പാവത്തിനെ ഉപദ്രവിക്കരുത്. എന്താ ദാമു പുഴക്കരയിൽ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണേ? ഓ ഒന്നുമില്ല. ആ പിന്നെ ഇളയച്ച സമ്മതിച്ചു ദാമു പുഴക്കരയിൽ താമസിച്ചോളാൻ. എന്തിനാ പാറക്കുട്ടി എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അതോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടായിട്ടാ. അതെ, ഒത്തിരി ഒത്തിരി ഇഷ്ടാ.
അല്ല, കുട്ടി എവിടെ പോയി? അമ്പലത്തിൽ പോയതാ. ഇതെന്താ കയ്യില്? അല്ലേലും ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന കാണാൻ എനിക്ക് പണ്ടേ ഇഷ്ടം. വൈകുന്നേരം എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ പാറുകുട്ടി, മണിക്കരോട് കളിക്കണ്ട. ദാമുവിന്റെ കൂടെയുള്ള ചുറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഭൃത്യൻ യജമാനേക്കാൾ കേവനല്ല. അല്ല, ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ച കടിച്ചു കയറാൻ വരിക. അതെങ്ങനെ? അമേരിക്കയല്ലേ വളർന്നത്? എന്താ എന്ത് പറ്റി മോളെ? എന്ത് പറ്റിയെന്റെ പാറൂട്ടെ? ആ ദുഷ്ടന് പണ്ട് മുതൽക്കേ ഉള്ളതാ ഈ കുടുംബത്തോടുള്ള പക. എന്തിനാ അച്ഛനെ അയാൾ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നോക്കറിയോ എന്തേ ഒന്നും മിണ്ടാതെ? അല്ല, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എത്ര കാലാച്ചാ ദേവുട്ടി നമ്മളിവിടെ ഇങ്ങനെ നിർത്തുക? ഒക്കെ അവളുടെ കാലക്കേടാ, അല്ലാണ്ട് എന്താ പറയാ? ഈ കാലക്കേട് ഒരു യോഗാണെന്ന് അങ്ങോട്ട് കൂട്ടുക. ഞങ്ങൾ പറ്റിയ ഒരു ആലോചന കൊണ്ടാ വന്നിരിക്കണേ. ഒരു രണ്ടാം ഘട്ട ഒരു മോളുണ്ടെന്ന് കൂട്ടിക്കോളൂ. ആരാ ആള്? നമ്മുടെ പണിക്കരേ. ഒരു ചൊവ്വാദോഷക്കാരിയെ താലി ചാർത്തി കൂടെ പൊറപ്പിക്കണമെന്ന് മോഹം ഉണ്ടായിട്ടല്ല. താലി ചാർത്തി കൂടെ പൊറപ്പിച്ചാലേ കാലക്കേടുള്ളൂ. ഏത്? അതുകൊണ്ട് തൽക്കാലം ഭാര്യാഭർത്താക്കന്മാരായിട്ട് അങ്ങോട്ട് ജീവിക്കാം. എന്താ ഉറപ്പേ? അതിലുണ്ടാവുന്ന സന്തതികൾക്ക് സ്വത്തിന്റെ അവകാശം നൽകുകയും ചെയ്യാം. ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ എങ്ങനെ തോന്നി തനിക്ക്? ഇറങ്ങു വെളിയില്. സരസ്വതി അമ്മേ, ഇറങ്ങാൻ. പണിക്കരെ, അത്രത്തോളം ഗതികേട് ഈ ശ്രീമംഗലത്തിലില്ല. ഒരു സംബന്ധക്കാരൻ. ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. വാട ഉറപ്പേ. ഇതൊക്കെ ഭദ്രൻ അറിഞ്ഞ വാഴ്ചയാണിന്റെ 64 കലകളും വശമാക്കിയ മൂന്നിൽ ചുണ്ടല്ലോ തൈക്ക്. അതുപോലെ അല്ല ശ്രീമംഗലത്തെ പാറക്കുട്ടി. മനസ്സിലാടാ? അത് ഞാൻ പിന്നെ എന്താ ചെയ്ത്? പലതും സഹിച്ചവനാ ഞാൻ. പക്ഷേ പാറു എന്റെ മോളാ. അവളുടെ മനസ്സിന് വേദനിപ്പിച്ച അവന്റെ കോറിൽ ഞാൻ എടുക്കും. അയ്യോ, എനിക്ക് പേടിയാ. അയ്യോ, ഈ കുളത്തിൽ ഒന്നും പേടിക്കാനില്ല. ഇത് വെറും വെള്ളല്ലേ. ഞാൻ ദിവസം 2 തവണ മുങ്ങുന്ന അതറിയോ? പാറൂന് ഇതിൽ ഇറക്കിയിട്ട് തന്നെ കാര്യം. ഇപ്പൊ ഇറക്കിയിട്ട് തന്നെ കാര്യം. പറഞ്ഞില്ലേ? അങ്ങനെ വാ, അങ്ങനെ വാ. അകത്തളത്തു നിന്ന് നൃത്തപഠനം കുളക്കടവിലേക്ക് മാറ്റിയല്ലേ? ശ്രീമംഗലത്തെ പാരമ്പര്യം ഇനി പാർവതിയായിരിക്കും നിലനിർത്തുക. ശൃംഗാര നടനമായിരിക്കും ഇപ്പൊ പഠിപ്പിക്കുന്നത്, അല്ലേ ദാമു? അഞ്ജലിക്ക് നൃത്തം അങ്ങനെയാവാം, പക്ഷേ എനിക്കത് ആത്മനിർവൃതിയാണ്. വാ പാറു, നമുക്ക് പോവാം.
കുട്ടിക്കളിയല്ല. നാട്യശാസ്ത്രത്തിന്റെ പൊരുൾ അറിയണമെങ്കിൽ ജന്മ തപസരിക്കണം. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ചോദിച്ചു കേട്ടില്ലേ നാട്ടുകാർ പറയുന്നത് സത്യമുണ്ടോന്ന്? നാട്ടുകാർക്ക് പറയാൻ കൂടുതലൊന്നും വേണ്ടല്ലോ. ഒന്ന് തുമ്മിയ പിന്നെ പറയണത് വേറെ കഥകളാ. മറ്റുള്ളവർ പറയുന്നതാ കുറ്റം. അന്ന് ഞാൻ പറഞ്ഞത് ആ തെണ്ടി എവിടേക്ക് താമസിപ്പിക്കരുതെന്ന്. വിധവയായതിന്റെ ദുഃഖം തീർക്കാനാവും അവന് വേണ്ടി ആ പുറപ്പുറമായി തുറന്നു കൊടുത്തത്. ഇന്ന് തന്നെ പറഞ്ഞു വിട്ടോളാം അവരെ. അല്ലെങ്കിൽ നമസ്കാരം. അഞ്ജലി മുളകത്തുണ്ടല്ലോ. എങ്ങോട്ടാ? അല്ല, നൃത്തത്തിന് ക്ലാസ് ഉണ്ടേ. മതി തന്റെ നൃത്തം പഠിപ്പിക്കലൊക്കെ. എടോ, എന്റെ മോൾക്ക് 1ാം സമ്മാനം വാങ്ങി തരാൻ തനിക്കും തന്നെ നൃത്തത്തിനും കഴിഞ്ഞില്ലല്ലോ. ഒരു ചാൻസ് കൂടി എനിക്ക് തരണം. അടുത്ത വർഷം തീർച്ചയായും 1ാം സമ്മാനം നമുക്ക് തന്നെ. ആദ്യം താൻ പോയി നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്ക്. എന്നിട്ടാവാം മറ്റുള്ളവരെ പഠിപ്പിക്കൽ. പണിക്കരെ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് തൊഴിലറിയില്ല എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കരുത്. തൊഴിൽ നൃത്തത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യ പറ്റിക്കാൻ നടക്കുന്നു. മേലാലി പഠിക്കാത്ത കടന്നു പോകരുത്. പോവാൻ. ദാമു, എന്താ ഇത്? കവിതയോ? കൊള്ളാലോ. എന്താ വായിക്കുന്നോ? ആ, പിന്നെ ദാമു, ഞാൻ തഞ്ചാവൂർക്ക് പോവാ. അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില്. ക്ഷേത്രങ്ങളുടെയും ശില്പങ്ങളുടെയും നാട്ടിൽ കുറച്ച് ദിവസം. പിന്നെ അവിടുന്ന് മൂകാംബിക, പിന്നെ മധുര. അപ്പോ ഇനി എന്നാ കാണുക? 2 മാസം കഴിഞ്ഞ്. മടങ്ങി വന്നാല് പാറക്കുട്ടി അമേരിക്കക്ക് പോയില്ലേ? ഇല്ല, ഇവിടെ വിട്ടിട്ട് ഞാൻ എവിടേക്കും ഇല്ല. നിങ്ങളെയൊക്കെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പാറക്കുട്ടി എന്നെ മറക്കുവോ? മറക്കേ? ഒരിക്കലും ഇല്ല. എന്റെ നൃത്തത്തെക്കാൾ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നെ എന്ന് പിരിയുന്നുവോ അന്ന് ഞാൻ എന്റെ ചിലങ്ക ഉപേക്ഷിക്കും. തഞ്ചാവൂരൊക്കെ നല്ല തിരക്കുണ്ടാവും. പാറുവിനെ കൈവിടാതെ നോക്കണേ. ഈ അമ്മയുടെ ഒരു പേടി. പാറു വന്നപ്പോ മുതല് ഇവിടെ എന്ത് മാറ്റാ. ദേവുവിന് ഇപ്പൊ പുതിയൊരു ജീവിതം കിട്ടിയ മാതിരിയാ. കൂടുതൽ മാറ്റം നിനക്കാ. 2 മാസത്തേക്ക് പോകാനല്ലേ, ഇതുകൂടെ വെച്ചേക്ക്. ഈ അമ്മ വന്നിട്ട് വേണം കവലയിൽ ഒരു കച്ചവടം തുടങ്ങാൻ. അസാരിക്ക ഒരു മുറി വാടകയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തോന്നും അമ്മേ, നന്നായി ഒന്ന് ജീവിക്കണമെന്ന്. ഈശ്വരൻ ഇപ്പോഴെങ്കിലും കണ്ണു തുറപ്പിച്ചൂലോ. നീ ആ ദാമുവിനോട് ഒരു പണി തരപ്പെടുത്തി കൊടുക്കണം. പാവം, അവനും ജീവിച്ചു പോണ്ടേ. എല്ലാം ശരിയാവും അമ്മേ. അവിടെ എത്തിയ സഹദേവേട്ടന്റെ കൂട്ടുകാരന്റെ വീടെങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റേഷനിൽ എത്തിക്കോളാന്നല്ലേ കത്തില്? അല്ലെങ്കിൽ തന്നെ അഡ്രസ് കയ്യിലുണ്ടല്ലോ, കണ്ടുപിടിക്കാം. പാറുവിനോട് ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ. രാവിലെ പോകാനുള്ളതല്ലേ. കൈമണെന്താ പണിക്കരുടെ വീട്ടിൽ നൃത്തം പഠിപ്പിച്ച് നിർത്തിയത്? എന്റെ മീനാക്ഷിയെ, ആ പെൺകൊച്ചിന് നൃത്തത്തിലൊന്നും അല്ല താല്പര്യം. പിന്നെ അതിന് വേണ്ടത് വേറെ എന്തൊക്കെയോ ആണ്. ഓ, ആ ഡാമുവിന് വന്ന ഗതി എനിക്കും വരുമല്ലോ എന്ന് തോന്നി. അപ്പോഴും നിർത്തി ഞാൻ അവിടുത്തെ പണി. അതേതായാലും നന്നായി. ദാമുവിനെ ദേവ് ഇപ്പൊ പുറത്തേക്കാണെന്ന് കേട്ടു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. പിന്നെ ഞാനായിട്ട് പറഞ്ഞു നടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോ ദേവുവിന് നല്ല സൗകര്യ. ഭദ്രനുമില്ല, ആ പെണ്ണുമില്ല. പിന്നെയുള്ളത് ആ തള്ള. അപ്പൊ പിന്നെ രാമുവിന് നല്ല കുശാലായി. ഓരോരുത്തരുടെ ഓരോ യോഗമേ. ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും നീ എന്നെ ഒരു വേലക്കാരനായിട്ട് ജനിപ്പിക്കണേ. തലാങ്ക് തകതിമിട്ട. കൊളുത്തിയ നിലവിളക്കുകൾ നിഴലുകൾ മങ്ങുന്നു, നിമിഷങ്ങൾ നീങ്ങുന്നു,
നീ എന്ന സ്വപ്നവുമായി നിനക്കായി കൊളുത്തിയ നിലവിളക്കുകൾ നിലാവെളിച്ചങ്ങളായി നിഴലുകൾ മങ്ങുന്നു നിമിഷങ്ങൾ നീങ്ങുന്നു നീ എന്ന ഓർമ്മതന്നോളങ്ങൾ തീരത്തടുക്കുമ്പോൾ ഓമനെ ഞാനതിൽ നീന്തിക്കളിക്കും ഓർമ്മതന്നോളങ്ങൾ തീരത്തടുക്കുമ്പോൾ ഓമനെ ഞാനതിൽ നീന്തിക്കളിക്കും ആയിരം ആയിരം ഓമൽക്കിന എന്തുണ്ട്? 2 ആഴ്ചയെന്ന് പറഞ്ഞു പോയനാ ദേ വന്നിരിക്കുന്നു 2 മാസം കഴിഞ്ഞ്. എങ്ങനെയുണ്ടല്ലേ അവിടുത്തെ ജീവിതമൊക്കെ? നീ അങ്ങ് കറുത്തു പോയല്ലോ. ഇവിടെ കിട്ടുന്ന സുഖമൊന്നും അവിടെ കിട്ടൂല. അവിടെ ഭയങ്കര ചൂടാ. വീട്ടിൽ ചെന്ന് കുളിച്ചാലേ ആശ്വാസം കിട്ടും. വരട്ടെ. എന്റെ കുട്ടി, എന്തു പറ്റി നിനക്ക്? കുറെ നേരമായില്ലേ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? എന്റെ ഈശ്വര, എന്ത് പറ്റി എന്റെ മോക്ക്? കുറുപ്പേ, ഇത്തവണത്തെ പൂരവും ഗംഭീരാക്കണം. പിന്നെന്താ, 5 ദിവസവും കഥകളിയും ഡാൻസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പോരെ പണിക്കരെ? അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ കുറുപ്പേ. നമ്മുടെ പൂരം ഗംഭീരാക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ആക്കാലോ.
വസന്തം ഓർമ്മയിൽ തങ്ങുമ്പോൾ ഓരോ തുള്ളി കണ്ണീർ പൊഴിയുന്നു. ഓരോ വസന്തം ഓർമ്മയിൽ തങ്ങുമ്പോൾ ഓരോ തുള്ളി കണ്ണീർ പൊഴിയുന്നു. പോയ വസന്തങ്ങൾ എഴുതാത്ത കഥകൾ മായതന്മായാത്ത മാന്ത്രിക ജാലങ്ങൾ. ഓരോ വസന്തം ഓർമ്മയിൽ തങ്ങുമ്പോൾ ഓരോ തുള്ളി കണ്ണീർ പൊഴിയുന്നു. കരഞ്ഞാലും ഉറക്കത്തിൽ കരഞ്ഞാലും ഉറവകൾ കേൾക്കുന്ന കണ്ണീർ കണങ്ങളെ. ഉറക്കെ കരഞ്ഞാലും ഉറക്കത്തിൽ കരഞ്ഞാലും ഉറവകൾ കേൾക്കുന്ന കണ്ണീർ കണങ്ങളെ. നീ തീർക്കും ചാലുകൾ കാണണച്ചോലകൾ ജ്ഞാനത്തിലാഴ്ത്തുമൻ ആത്മാവിൻ ചൂളകൾ. ഓരോ വസന്തം ഓർമ്മയിൽ തങ്ങുമ്പോൾ ഓരോ തുള്ളി കണ്ണീർ പൊഴിയുന്നു. പോയ വസന്തങ്ങൾ എഴുതാത്ത കഥകൾ മായതന്മായാത്ത മാന്ത്രിക ജാലങ്ങൾ. ഓരോ വസന്തം ഓർമ്മയിൽ തങ്ങുമ്പോൾ ഓരോ തുള്ളി കണ്ണീർ പൊഴിയുന്നു. ദാമു, തഞ്ചാവൂർ ക്ഷേത്രങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാ. എന്തൊരു ഭംഗിയാ, ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ദാ നിനക്കുള്ള സമ്മാനം. എന്താ ദാമു, നിനക്ക് സമ്മാനം ഇഷ്ടായില്ലെന്നുണ്ടോ? എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ട പ്രായമായി നിനക്ക്. എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, ദാമുവിനോട് കൂടുതൽ അടുപ്പം വേണ്ട. അറിയാം, പക്ഷെ നിനക്കുന്നില്ല. ആർക്കും ചിന്തിക്കാനാവാത്ത തെറ്റ് ഈ തെറ്റുന്നുണ്ടായി. കേട്ടോ ശ്രീമംഗലത്തെ പുതിയ വിശേഷം? എന്താ? ചൊവ്വാദോഷക്കാരി ഗർഭം. ആ പൊട്ടൻ ചവഞ്ഞ് നടക്കുമ്പോ ചെക്കനില്ലേ, ആരാശാനെ ആള്? അവരാത്രേ. വീശയം വളർത്തി ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. പതിവത ചമഞ്ഞ് നടന്നിട്ട് എവിടെ ഒരു തെണ്ടിയായി മോനും കെട്ടപ്പണം കൊല്ലുന്നതിന് കൊല്ലവും എല്ലാത്തിനും കൂട്ടിന് നീ ഒരുത്തി കൊന്നു തന്നെ എല്ലാത്തിനും.
ഒത്തിരി ഒത്തിരി മോഹങ്ങളോട് ഇപ്പൊ ഒരിക്കലും തീരാത്ത ഒരു ദുഃഖങ്ങൾ മാത്രം. എനിക്കാരോടും പരിചയമില്ല. ഈ ചിലങ്ങ എനിക്ക് കെട്ടാനാവില്ല. ഇതൊരു ചിറ്റയ്ക്ക് കൊടുത്തേക്കൂ. മടങ്ങുകയാണല്ലേ? അറിയാതെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറു ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. ഞാൻ കാണിച്ച അഹങ്കാരം മൂലം ശ്രീമംഗലത്ത് സ്വൈര്യമില്ലാതായില്ലേ? ഒക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി അതൊന്നും ഓർക്കണ്ട. ഞാൻ പോട്ടെ. ഞാൻ പോവാണ്. ഇളയച്ചൻ ചെയ്ത തെറ്റുകൊണ്ടാണ് മോള് പോകുന്നതെങ്കിൽ? ഇല്ല, എനിക്ക് പോകണം. ഇളയച്ചൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചു. പല അപവാദങ്ങൾക്കിടയിൽ ദേവട്ടിയെ കുറിച്ച് കേൾക്കുമ്പോ ഇനിയും സഹിക്കാൻ കഴിയുന്നില്ല. നോക്കറിയാം, പാവാണ്. വേദനിപ്പിക്കരുത്. ഞങ്ങളങ്ങോട്ട് കയറിയത് ആരെങ്കിലും കണ്ടോ? ഇല്ല. എന്തായാലും ആ വാതിലടച്ചേക്ക്. ഓയ്, ഓയ്ക്കേ. ആ തെണ്ടി കൈമള് എന്റെ മോൾക്ക് നൃത്തത്തിന് 1ാം സമ്മാനം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമ്മാനമില്ല, ഒരു കുന്തമില്ല. അവനെ അങ്ങോട്ട് പുറത്താക്കിയിട്ട് വേറെ തന്നെ വെക്ക് പണിക്കരേ. ഒരു ഡാൻസുകാരൻ ഇട്ടു പറഞ്ഞു വെട്ടുകാത്തന്റെ. ഗോപാലു, എന്തോ ഒന്ന് തൊട്ടാക്കാൻ പോലും ഇല്ല എന്റെ അടുത്ത്. ഗോപാലു, പണിക്കരേട്ടാ, മറ്റേ പാർട്ടി വന്നിട്ടുണ്ട്, നാടകക്കാരിയാണ്. ഇന്ന് വേണ്ട, പിന്നെ വരാൻ. മണ്ടും ചാരി പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞവരെ ആയി. ഒന്നിനും കൊള്ളാത്ത പണിക്കാരൻ ചെക്കൻ ഇപ്പം ദേവിന്റെ കൂടെ അത്ര. അവന്റെ ഒരു ഭാഗ്യം. ഓടയോ മോഹിച്ചത് ആടിയാൻ കൊടുത്ത ചരിത്രം ഈ പണിക്കാർക്ക് ഇല്ലടോ. ദേവ് എനിക്കുള്ള. ഇനി അവൻ വഴിക്ക് വരുമെന്ന് തോന്നണില്ല പണിക്കരേ. എവിടെ കുറുപ്പേ, അവളെ ഞാൻ എന്റെ വഴിക്ക് വരുത്തും. ഭദ്രനെ കൊണ്ട് ഞാൻ അവന്റെ കാസ കഴിപ്പിക്കും. ഭദ്രൻ അഴിയെണ്ണും. ശ്രീമംഗലത്തെ ദേവത്തമ്പുരാട്ടി എന്റെ മാത്രം.
ചാവില്ല. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ. ഭട്ടന്റെ കൈ കൊണ്ട് ചാവണേന്റെ മുമ്പ് അങ്ങോട്ട് കൊന്നോട്ടെ. മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാത്രം ചോദിക്കാൻ ഞാൻ വന്നതാ. ഇപ്പൊ തോന്നാ എനിക്ക് ഇവിടെ വിട്ട് പോണ്ടെന്ന്. ഈശ്വരാ, മരിക്കാൻ പോലും അനുവദിക്കില്ലേ? ഭദ്ര, എവിടൊക്കെ തിരക്കിയതറിയാമോ നിന്നെ? എന്താ കാര്യം? എന്തിനാണെന്നോ? എന്ത് പണിയാ നീ കാട്ടിയത്? ആ പാവപ്പെട്ട ദാവു. മതി, ഒത്താശയൊന്നും വേണ്ട. എന്റെ കുടുംബത്തെ തകർത്തവനാ. അവനെ ഞാൻ വെറുതെ വിടില്ല. യു ഭദ്ര, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയണേ? സത്യം എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല, ഇനിയും ആ കാര്യം നിന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ ചങ്ക് പൊട്ടിപ്പോവും. അറിയോ നിനക്ക്? പറയാം, ഞാനെല്ലാം പറയാം. സുധാകരൻ മാഷിന്റെയും ദേവുവിന്റെയും വിവാഹത്തിന്റെ അന്ന് രാത്രി പണിക്കരേ, ശ്രീമംഗലത്തെ തമ്പ്രാട്ടെ, ഈ ഒരു രാത്രിക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്.
വിടാൻ